നമസ്കാരം. ഡീപ്പ് വർക്ക് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായിരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് ആക്ട്, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്, സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിലെ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്. അപ്പം ഇത്രയും കാരണങ്ങൾ 1848 മുതൽ നടന്ന പല കാരണങ്ങളുടെ പ്രകോപിതരായിട്ടാണ് ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനായിട്ട് ഉണ്ടായത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നം എന്നറിയപ്പെടുന്നത് താമരയും ചപ്പാത്തിയുമാണ്. താമരയും ചപ്പാത്തിയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേസ്റ്റൺ പ്രഭു. ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ച് തന്നെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഓർത്തു വയ്ക്കുക. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടത് ജോൺ നിക്കോൾസൺ ആണ്. വിപ്ലവകാരികളിൽ നിന്ന് ബ്രിട്ടീഷുകാർ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കറാണ്. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം ആരാണ് വരച്ചത്? തോമസ് ജോൺസ് ബാർക്കർ. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം 6:1. അതായത് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും 6:1 എന്ന അനുപാതത്തിൽ അത്രയും ആളുകളാണ് ഉണ്ടായിരുന്നത്. 1857 വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ അജിത്ഗഡിലാണ് മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. 1857 വിപ്ലവത്തോടനുബന്ധിച്ച് നടന്ന കൂട്ടക്കൊലകളാണ് സാത്തി ചൗര ഘട്ട്, ബീബീഗർ കൂട്ടക്കൊല എന്നിവ. 1857 കലാപത്തെ നേരിട്ട ബ്രിട്ടീഷ് നടപടിയെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എന്താണ്? ചെകുത്താൻ്റെ കാറ്റ് അഥവാ ഡെവിൾസ് വിൻഡ് എന്നാണ്. കലാപത്തെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ ഫിനിസ്. മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് 1857 ജനുവരിയിലാണ്. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണ് മിർസ ഗാലിബ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നീ പ്രദേശങ്ങളിൽ വ്യാപിക്കപ്പെട്ടിട്ടില്ല. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണ് അസംഗഡ് വിളംബരം. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിപ്ലവമാണ് അസംഗഡ് വിളംബരം. അപ്പോൾ ഇത്രയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ നമ്മളിതിൽ രക്തസാക്ഷിത്വം വഹിച്ച വീര വ്യക്തികളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.